ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ 43 നേതാക്കൾക്ക് കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബി ബാലഗോപാലുണ്ട്. ബാലു, ഈ നേതാക്കളെല്ലാം ബീഹാറിലെ നേതാക്കളാണോ അതോ പുറത്തുള്ള നേതാക്കൾ ഉൾപ്പെടെയുണ്ടോ? ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന്റെ പശ്ചാത്തലം എന്താണ്? ഇത് വിമത പ്രവർത്തനം നടത്തിയ ആളുകളാണോ? രതീഷ്, ബീഹാറിലെ 43 നേതാക്കൾക്കാണ് കോൺഗ്രസ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ബീഹാറിലെ പാർട്ടിയുടെ അച്ചടക്ക സമിതി അധ്യക്ഷനായ കപിൽ യാദവാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനുമായി ബന്ധപ്പെട്ടാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ചക്കകം ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഈ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഈ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് ബീഹാറിലെ നേതാക്കൾക്ക് ബീഹാറിലെ അച്ചടക്ക സമിതി അധ്യക്ഷൻ ഇത്തരമൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നവരിൽ മുൻ കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ AICC അംഗം, മുൻ MLC തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസ് ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് ബീഹാറിൽ കടന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ശുദ്ധീകരണ പ്രക്രിയ ബീഹാറിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.